ഐ മീൻ തമിഴ് സിനിമ ചെയ്യണം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എപ്പോഴും തമിഴ് സിനിമ ചെയ്യാനായിരുന്നു ആഗ്രഹം. വേറെ അടി പാട്ട് കൊമേഴ്ഷ്യൽ എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ തമിഴ് സിനിമ ഫാനായി മാറിയത്. മലയാളത്തില് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെയാണ് തുടങ്ങിയത്, ബോംബെയിലാണ് തുടങ്ങിയത്. ഞാൻ എൻ്റെ മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൻ, പുറത്തൊക്കെയാണ് മോഡലിംഗ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ മീ ടു മേക്ക് ഇറ്റ് ഇൻ മുംബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയാണ് ആദ്യം പോയത്. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പരിപാടി വർക്ക്ഔട്ട് ആവില്ല. അങ്ങനെ തിരിച്ചു വരുന്ന സത്യം പറഞ്ഞെങ്കിൽ 2 മാസം ഞാനവിടെ പഠിച്ചോണ്ട് വീട്ടിലെ ടെൻഷൻ വേറെ ഉണ്ട്. അപ്പൊ 2 മാസം ഒന്ന് കറങ്ങി വരാന്നുള്ള രീതിയിലാണ് പോയത്. 2 മാസം ആയപ്പോഴത്തേക്കും മനസ്സിലായി ഒന്നും വർക്ക്ഔട്ട് ആവില്ല, ഇവിടെ പരിപാടികൾ വേറെയാണ്. എനിക്ക് കുറച്ച് ആഡ്സ് ഒക്കെ കിട്ടി അവിടെ. അപ്പൊ ആഡ്സിലൊക്കെ എനിക്ക് നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കോൺടാക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഒരുപാട് സിനിമകൾ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ഒരു ഓഡിഷൻ ടേപ്പ് കണ്ടിട്ടാണ് ശങ്കറിന്റെ അസിസ്റ്റന്റ് ഹോസ്മിൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെറിയൊരു പരിപാടി ചെയ്തതിനു ശേഷം ആ സാധനം വെച്ചിട്ടാണ് എന്നെ പ്രണയകാലത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ കുറെ കണക്ഷൻസ് ഉണ്ട് എനിക്ക്. ബോംബെ മുതലാണ് എനിക്ക് കണക്ഷൻസ് കിട്ടി തുടങ്ങുന്നത്. അതെ. പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രണയകാലത്തിന് ശേഷം പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല, കോവരെ. കോവിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് പിന്നീട് ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ വന്നത്. ആളുകൾ കൊതിക്കുന്ന ചില ഫിലിം മേക്കേഴ്സിന്റെ കൂടെ ഒക്കെ അജ്മൽ അമീർ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ശ്യാം പ്രസാദിന്റെ കൂടെ അരികെ എന്നുള്ള ഒരു ക്യാരക്ടറിൽ വർക്ക് ചെയ്യുന്നു. അതിന് ആ ക്യാരക്ടറിന് വല്ലാത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് തന്നെ സംവിധാനം കാണുമ്പോൾ അജ്മൽ അമീറിന്റെ ഫസ്റ്റ് ഷോട്ടിൽ ആ ബോഡി ലാംഗ്വേജ് കണ്ടല്ലോ അറിയാം ഇയാൾക്ക് സംവൃതയെ ഇംപ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അയാളുടേതായിട്ടുള്ള ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു പടമാണ്. അത് എത്രയോ കുറവ് സ്ക്രീൻ സ്പേസ് ആണ് ആ പടത്തിലുള്ളത്. ഇവര് വിളിക്കുന്ന സമയത്ത് ഇവര് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ടാണോ സംഭവിക്കുന്നത്, അവരുടെ പിക്കാണോ അജ്മല്? ശ്യാം സാറിന്റെ പിക്കായിരുന്നു ഞാൻ. ഞങ്ങള് ഇതിന് ഋതുവിൽ എന്നെ അദ്ദേഹം സജസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഋതു നമുക്ക് ചെയ്യാന്നുള്ള.